ഹായ് ഓൾ, നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ ലെവൽസ് ഡിസ്കസ് ചെയ്യാം. ഡേ ചാർട്ട് വെച്ച് നമുക്ക് ഏത് ഡയറക്ഷൻ ആണ് സേഫ് എന്ന് നോക്കാം. കറന്റ് ആ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ ലെവലിൽ ഒരു റീടെസ്റ്റ് എടുത്തിട്ട് പ്രൈസ് ബിയറിഷ് ആയിട്ട് തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ബിയറിഷ് സൈഡ് ആണ് ഏറ്റവും സേഫ്. ബൈ സൈഡ് ചെയ്യുകയാണെങ്കിൽ ലോട്ട് സൈസ് കുറച്ച് സ്കാൽപ്പിങ്ങിനാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഏതൊക്കെ ലെവൽസ് ആണ് നമുക്ക് ഇൻട്രാഡേയിൽ ആക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ളത് എന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവൽസുകൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ളത്. കറന്റ് ചെറിയൊരു ഇൻട്രാഡേ സപ്പോർട്ട് അല്ലെങ്കിൽ ഇൻട്രാഡേ ഡിമാൻഡിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ബിയറിഷ് എൻഗുൾഫിങ്, അതായത് ബിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാൻഡിൽസ് ആയിട്ടാണ് കറന്റ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ബുള്ളിഷ് എൻഗുൾഫിങ്ങോ ബുള്ളിഷ് എഫക്ട്സ് അല്ലെങ്കിൽ ലോങ് വിക്ക് പിൻബാർ ഉള്ള ഒരു ബുള്ളിഷ് പിൻബാറോ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയ ലോട്ട് സൈസിൽ ബൈയിങ് നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ മെൻഷൻ ചെയ്തിരുന്ന ആ ഒരു 4555 അതേപോലെ 4543 ആ സോണും അതിന്റെ തൊട്ട് താഴെയുള്ള സോണും നമുക്ക് മൊമെന്റം നോക്കി 4533 4514 ഈ രണ്ട് സോണും നമുക്ക് മൊമെന്റം നോക്കി ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഈ ലെവലാണ്, പക്ഷേ ബിയേഴ്സ് അവിടെ സ്പോട്ട് ചെയ്തത് കൊണ്ട് ഡയറക്റ്റ് ട്രേഡ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ സേഫ് ആയിട്ടുള്ള സെല്ലിന് എവിടെ നോക്കാം? സേഫ് ആയിട്ടുള്ള സെല്ല് നോക്കണമെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് ഈ ഒരു സോൺ, അതായത് 4631 അതേപോലെ 4623 ഈ സോണിൽ വന്ന് ഇവിടെ ഒരു ബിയേഴ്സിനെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയറിഷ് ആയിട്ടുള്ള ട്രേഡ് ലോട്ട് സൈസ് കൂട്ടി തന്നെ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ഡയറക്ഷൻ നോക്കി, സോൺ നോക്കി, ആ സോണിൽ വരുന്ന മൊമെന്റ് നോക്കിയിട്ട് ലോട്ട് സൈസ് പ്ലാൻ ചെയ്ത് മാത്രം ട്രേഡ്സുകൾ നോക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു വീക്ക് നല്ല രീതിയിൽ തന്നെ ട്രേഡ്സ് ചെയ്യുക. ഹാവ് സേഫ് ട്രേഡ്.